ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനിഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ചിത്രമായിരുന്നു തുടരും. ലാലേട്ടൻ്റെ ബോക്സ് ഓഫീസ് പവറും അഭിനയ മികവും ഒരുപോലെ പ്രകടമായ സിനിമ ഇന്നത്തെ ദിവസം കൊണ്ട് 100 കോടി കളക്ഷൻ നേടുമെന്നാണ് കരുതപ്പെടുന്നത്. എമ്പുരാൻ്റെ പ്രമോഷൻ സമയത്ത് മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി ഈ ഒരു സിനിമ ദൃശ്യം പോലെയാണെന്ന്. എന്നാൽ ഡയറക്റ്റ്ലി അങ്ങനെ നമുക്ക് തോന്നില്ലെങ്കിലും സിനിമയിൽ ചില ദൃശ്യം മോഡൽ കാര്യങ്ങളുണ്ട്. ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുവാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് വിൻറ്റേജ് എന്ന പേര് നൽകാനായിരുന്നു താൻ ഉദ്ദേശിച്ചതെന്ന് തരുൺ മൂർത്തി ഈ അടുത്ത് പറയുകയുണ്ടായി. കാരണം വിൻറ്റേജ് ലാലേട്ടൻ വൈബ് ഈ ഒരു സിനിമ നമുക്ക് നൽകുന്നുമുണ്ട്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു സിനിമ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക, കാരണം സ്പോയിലർ എലമെൻറ്റ്സ് ധാരാളമുണ്ട്. സിനിമ കണ്ടു കഴിയുന്ന ഏതൊരാൾക്കും മനസ്സിൽ തോന്നുന്ന സംശയമാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ബെൻസ് എന്ന കഥാപാത്രം ആ കാറും താൻ കൊന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരായ ബെന്നിയെയും ജോർജിൻ്റെയും മൃതദേഹങ്ങൾ എന്തു ചെയ്തു എന്നത്. സിനിമയുടെ ക്ലൈമാക്സിൽ മോഹൻലാലിനെ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, താങ്കൾ താങ്കളുടെ മകനെ കൊന്നോ എന്നത് സത്യമാണോ എന്ന്. ഈ ഒരു സീനിൽ കാണുന്ന സാധ്യത എന്തെന്നാൽ മോഹൻലാലിനെ അപ്പോഴും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ മകനെ കൊന്നു, റിമാൻഡിലിരിക്കെ ജയിൽ ചാടി എന്നീ കുറ്റങ്ങൾക്ക് ആയിരിക്കുമെന്നാണ്. ബെന്നിക്കും ജോർജിനും എന്ത് സംഭവിച്ചു എന്നത് അപ്പോഴും പുറം ലോകം അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല. മാത്രമല്ല മോഹൻലാൽ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മകനെ ഞാൻ കൊന്നിട്ടില്ല, പക്ഷേ എൻ്റെ മകനെ കൊന്നവരെ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. മോഹൻലാൽ അവരെ കൊന്നു എന്നത് മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് സമ്മതിക്കുന്നുമില്ല. ഈ ഒരു അവസരത്തിൽ ഈ ഒരു ക്ലൈമാക്സിനെ നമുക്ക് രണ്ടായി അനലൈസ് ചെയ്യാം. ഒന്നൊരു ക്രൈം ഡ്രാമയിലെ പോലെ നിയമത്തിന് മുൻപിൽ കീഴടങ്ങുന്ന നായകൻ. മറ്റൊരു സാധ്യതയാണ് സിനിമയ്ക്ക് രണ്ടാം ഭാഗത്തിലേക്കുള്ള സാധ്യത തരുന്നത്. താൻ കൊന്ന ബെന്നിയുടെയും ജോർജിൻ്റെയും ശവശരീരങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട വണ്ടിയിലാക്കി കാട്ടിലേക്ക് കൊണ്ടുപോകുന്നതായി ക്ലൈമാക്സിന് തൊട്ടു മുൻപുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സീനിലാണ് ഈ വണ്ടി നമ്മൾ അവസാനമായി കാണുന്നതും. തൻ്റെ മകൻ്റെ ബോഡി കുഴിച്ചിട്ട് അതേ കാട്ടിലേക്ക് തന്നെയാണ് മോഹൻലാൽ ഈ ഒരു വണ്ടി കൊണ്ടുവരുന്നത്. തൊട്ടടുത്ത സീനിൽ മുരുക എന്ന് വിളിച്ചുകൊണ്ട് മോഹൻലാൽ മുകളിലേക്ക് നോക്കി കരയുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സീൻ കണ്ടപ്പോൾ തോന്നിയത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ബെൻസ് എന്ന കഥാപാത്രം ആ ഒരു കാർ എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണ് എന്നാണ്. ചിലപ്പോൾ അയാൾക്കൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നിരിക്കാം. ഈ ഒരു കാറും പോലീസ് ഉദ്യോഗസ്ഥരുടെ ബോഡിയും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഈ ഒരു കഥാപാത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു കോൺഫിഡൻസിലായിരിക്കാം ആ കഥാപാത്രം അവസാനം കോടതിയിലേക്ക് വരുന്നതും. കാർ പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് പറയാനുള്ള മറ്റ് കാരണങ്ങൾ പറയാം. മോഹൻലാൽ അവതരിപ്പിച്ച ബെൻസ് എന്ന കഥാപാത്രം തൻ്റെ മകനെ കൊന്ന് ഈ കാറിൽ കൊണ്ടുപോയി ബോഡി മറവ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാറ് കിട്ടാതെ വന്നാൽ ഉറപ്പായിട്ടും സാഹചര്യ തെളിവുകളുടെ അഭാവം മൂലം കേസ് നിലനിൽക്കുകയില്ല. മാത്രമല്ല ഈ കാറിന് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും എന്ത് സംഭവിച്ചു എന്നത് മോഹൻലാലിനല്ലാതെ മോഹൻലാലിൻ്റെ ഫാമിലിയിലോ മറ്റാർക്കുമോ അറിയത്തുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസ് കോടതിയിൽ പ്രൂവ് ചെയ്യുവാൻ വളരെയേറെ പ്രയാസമായിരിക്കും. ക്ലൈമാക്സിൽ മോഹൻലാൽ കോടതിയിലേക്ക് നടന്നു പോകുമ്പോൾ ആണ് തുടരും എന്ന ടൈറ്റിൽ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു കഥാപാത്രം ഈ ഒരു കേസ് ഒരിക്കലും തെളിയിക്കപ്പെടുകയില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയായിരിക്കാം ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ഫാൻ ഫിക്ഷൻ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.